നട്ട് കാത്തിരിക്കുകയാണ് വിദ്യ. ഏത് നിമിഷവും കൊമ്പൻ ഗജവീരൻ എറണാകുളം ശിവകുമാർ തിടമ്പേറ്റിക്കൊണ്ട് തലയെടുപ്പോടുകൂടി ഈ ഒരു മൈതാനിയിലേക്ക് ഉള്ളിൽ തെക്കേ ഗോപുരം തള്ളിത്തുറന്ന് ഈ മൈതാനിയിലേക്ക് എത്തിച്ചേരും. അതേ തിടമ്പും കൊണ്ട് ശിവകുമാർ അപ്പുറത്തെ ഭാഗം തള്ളി തുറക്കാനായി തയ്യാറായി. അതാ തുറന്നു വരുന്നു വിദ്യ, തുറന്നു വരുന്നു. അതാ ഓരോ നിമിഷവും ശബ്ദങ്ങൾ ഉയരുന്നു, ജനസാഗരം കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന്, ആ പൂരവിളംബര കാത്തിരിപ്പിന്, കുളിർമയേകുന്ന പൂരവിളംബര കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഇതാ മെല്ലെ ഗജവീരൻ എറണാകുളം ശിവകുമാർ മെല്ലെ പുറത്തേക്ക് നട തുറന്നു. ആ ഒരു തെക്കേ ഗോപുര നട തുറന്ന് ശിവകുമാർ മെല്ലെ പുറത്തേക്ക് വരികയാണ് വിദ്യ. തിടമ്പേറ്റിക്കൊണ്ട് തലയെടുപ്പോടുകൂടി നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് വാതിൽ തുറന്നു. ഉടൻ തന്നെ ഗജവീരൻ പുറത്തേക്ക്. കാണൂ വിദ്യ, കുളിർമയേകുന്ന കാഴ്ച, ഈ വേനൽ ചൂടിലും കുളിർമയേകുന്ന കാഴ്ച. നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ജനങ്ങളെ വണങ്ങിക്കൊണ്ട് പൂരവിളംബരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശിവകുമാറിന്റെ ആ വരവ്. വിരിഞ്ഞ മസ്തകത്തിൽ നെറ്റിപ്പട്ടവും ചാർത്തി തിടമ്പേറ്റിക്കൊണ്ട് നെയ്ത്തലക്കാവിലമ്മയുടെ ചന്തമേറും തിടമ്പേറ്റിക്കൊണ്ട് കൊമ്പൻ ഗജവീരൻ എറണാകുളം ശിവകുമാർ മെല്ലെ ആ ഗോപുര നടക്ക് പുറത്തേക്ക് നടന്നു വരികയാണ്. കാണാം വിദ്യ, മനോഹരമായ കാഴ്ച. രാമനേക്കാൾ ഒട്ടും പിന്നിലല്ല താൻ എന്ന് എടുത്തു പറയുന്ന തരത്തിലാണ് ആ കൊമ്പന്റെ വരവ് വിദ്യ. മെല്ലെ പുറത്തേക്ക് വരികയാണ് ഗജവീരൻ എറണാകുളം ശിവകുമാർ. കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് വിദ്യ. ഇത്രയും കനത്ത ചൂടിലും അതാ കാണാം തിടമ്പേറ്റി, സ്വർണ്ണപ്രഭയേറിയ തിടമ്പ്, നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഗജവീരൻ പുറത്തേക്ക് വന്നു വിദ്യ. എറണാകുളം ശിവകുമാർ. മനോഹര കാഴ്ചയാണ്, മനോഹരം. ഈ ചൂട് പോലും മറന്നുകൊണ്ട് ജനങ്ങൾ ആ കുളിർമ മനസ്സിലേറ്റുന്ന ഒരു നിമിഷമാണിവിടെ. അത് കാണുന്ന നമ്മൾക്കും ഏറെ കുളിര് പകരുന്ന ദൃശ്യം. ആ ദൃശ്യമാണ്, ആ ഒരു കുളിർമയാണ് ടീം കേരള വിഷൻ ന്യൂസ് ഓരോ പ്രേക്ഷകരിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യ. അതാ വീണ്ടും